നിങ്ങളെ അമ്മാന്റെ അടുത്ത് ഒരാളെ വ്യഭിചരിക്കാൻ പറഞ്ഞ നിങ്ങൾക്ക് ഇഷ്ടമാണോ? നബിയെ പറ്റില്ല നബിയെ. അയാൾ ദേഷ്യം പിടിച്ചു. ഭാര്യ, പെങ്ങൾ, ഇങ്ങനെ ഓരോന്നും ചോദിച്ചപ്പോ എല്ലാറ്റിലും അയാൾ ക്രൂതമായി ദേഷ്യത്തോടെ പെരുമാറിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് പറയണേ, നിങ്ങൾ പോണ ആള് ഏതോ ഒരാളുടെ അമ്മയാണ്, ഏതോ ഒരാളുടെ പെങ്ങളാണ്, ഏതോ ഒരാളുടെ ഭാര്യയാണ്. പിന്നെ അയാൾക്കൊന്നും വേണ്ട. ഒരാളെ പറ്റി ഒരാൾ നബിന്റെ അടുത്ത് വന്നിട്ട് ഒരാളെ കുറിച്ച് പറഞ്ഞു, നബിയെ ഓ മോഷ്ടിക്കുന്നുണ്ട്, നിസ്കാരൊക്കെ ഉണ്ട് പക്ഷെ മോഷ്ടിക്കുന്നുണ്ട്. നബി ചോദിച്ചു, നിസ്കരിക്കല്ലേ? ശരിക്കും നിസ്കരിക്കല്ലേ? എന്നാ സാറല്ലോ ശരിക്കോളൂ. അപ്പൊ ഇതിപ്പോ നോക്കാം, നമുക്ക് കിട്ടുന്ന പാടെന്താ? കുട്ടികളുടെ അടുത്ത് എന്ത് തെറ്റുണ്ടെങ്കിലുള്ള അയച്ചു വിടണമെന്നാ അല്ല, മറിച്ച് കുട്ടികളുടെ തെറ്റ് എന്താണ്, അതിന്റെ ഡെൻസിറ്റി എന്താണ്, അതിന്റെ ആഴം എന്താണ്, അതിന്റെ അവസ്ഥ എന്താണ്, അതിന്റെ സാഹചര്യം എന്താണ് എന്നത് കൃത്യമായി വിലയിരുത്തിയതിന്റെ ശേഷം മാത്രമേ നമ്മൾ അതിലേക്ക് യഥാർത്ഥത്തിൽ പോകാൻ പാടുള്ളൂ. അങ്ങനത്തെ ഒരു രീതിയിലേക്ക് പോകാൻ പാടുള്ളൂ. എന്നെ വളരെ സ്വാധീനിച്ച ഒരു സംഭവമാണ് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം, പ്രവാചകന്റെ വീട്ടിലുള്ള ജീവിതം. എൻ്റെ ഖുതുബ സ്ഥിരം കേൾക്കുന്ന ആളുകൾ ഇടക്കിടക്ക് കേൾക്കുന്ന സംഭവമാണത്. ഒരുപാട് കാര്യത്തിനുള്ള പരിഹാരമാണ് ശരിക്കത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയാം, ഞാൻ പ്രവാചകന്റെ കൂടെ 9 കൊല്ലം ജീവിച്ചു. ഒരിക്കൽ പോലും നബി എന്നോട് ലിമ സനഅത യാ അനസ്, എന്തിനാ അങ്ങനെ ചെയ്തു? അല്ലാ സനഅത, അനങ്ങനെ ചെയ്തുകൂടായിരുന്നോ? അനക്ക് ഇങ്ങനെ ആക്കിക്കൂടായിരുന്നോ? അങ്ങനെ ആക്കിക്കൂടായിരുന്നോ എന്ന് എന്നോട് 9 കൊല്ലത്തിൽ ഒരിക്കലും ചോദിച്ചിട്ടില്ല. ആരാണ് ഈ അനസ്? പ്രവാചകന്റെ ഖാദിമാണ്, വീട്ടുജോലിക്കാരനാണ്. അമ്മ വന്നിട്ട് ആക്കി കൊടുക്കണേ, നബി ഇവിടെ വന്നോട്ടവന്, നിങ്ങളെ സഹായിച്ചോട്ടെ. പ്രവാചകൻ ടോയ്ലറ്റിൽ ഇരുന്ന പറയാം, അനസേ വെള്ളം വേണം, കൊണ്ടുവന്ന് കൊടുക്കും. ഒരു ദിവസം അങ്ങാടിയിൽ നിന്ന് എന്തോ ഒരു സാധനം വാങ്ങാൻ വേണ്ടി പറഞ്ഞയച്ചു. പ്രവാചകന്റെ വീട്ടിൽ ഗസ്റ്റ് ഉള്ള ദിവസം അനസ് അങ്ങാടി ചെന്നപ്പോൾ അവിടെ എന്തോ ഒരു ആയുധാഭ്യാസമൊക്കെ നടക്കുന്നുണ്ട്. അനസ ഇങ്ങനെ നോക്കുന്നു. അപ്പോൾ അനസിനെ കാണാത്തപ്പോൾ പ്രവാചകൻ എന്ത് ചെയ്തു അറിയോ? കടയിൽ വിളിച്ചാണ്ട് വേഗം കൊടുത്താക്കി കയറാൻ വയ്യല്ലോ. പ്രവാചകൻ ഓടി വന്ന് നോക്കുമ്പോൾ അനസ് ഇങ്ങനെ, അനസ് പറയാ, എൻ്റെ ഇവിടെ എങ്ങനെ വന്ന് നബി ഇങ്ങനെ ഞെക്കിയിട്ട് വെച്ചു, അല്ല കുഞ്ഞനസേ ഇവിടെ എങ്ങനെ നിൽക്കുക? ശരിക്കും ഹദീസിലെ വാചകം വായിക്കുമ്പോൾ നമ്മളിങ്ങനെ ആ നബി ഏറ്റവും സൽസ്വഭാവത്തിന്റെ ഉടമ എന്നുള്ള ഇങ്ങനെ ഫീൽ ചെയ്യും. ശരി, അമ്മക്കാണെങ്കിൽ എന്തേക്കാര അവസ്ഥ, ഞാനാണെങ്കിൽ എന്തേക്കാര അവസ്ഥ എന്ന് ഞാൻ ആലോചിച്ച്. എന്നിട്ട് നബി സാധനം വാങ്ങിയിട്ട് പോയി. അപ്പോ ഇതൊരു പ്രധാന കാര്യമാണ്, ഇതൊരു പ്രധാന സംഗതിയാണ്. കുട്ടികളായിട്ട് നമുക്ക് റാപ്പോ നല്ലോണം നമ്മൾ പ്രാർത്ഥിക്കണം. 2 റാപ്പോ ബിൽഡ് ചെയ്യണം. ഈ റാപ്പോ ബിൽഡ് ചെയ്യണേല് ഒരായിട്ടുള്ള നല്ലൊരു അറ്റാച്ച്മെന്റ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 കാര്യം ഞാൻ പറയാം. ഒന്ന്, പ്രധാനപ്പെട്ട 2-3 സമയത്ത് തെറ്റിയിട്ടാണ് നമ്മൾ കുട്ടികളെ യാത്ര അയക്കല്. ഒന്ന്, ഉറങ്ങണ നേരത്ത് പോയി ഉറങ്ങാണ് എനിക്ക് നല്ലത്, ഇങ്ങനെ നടക്കുച്ച്. ഇങ്ങനെ അല്ലാത്ത വല്ല വീടുണ്ടോ? ചെറിയ കുട്ടികളുള്ള വീട്ടിലൊക്കെ ഏകദേശം അങ്ങനെ കാണും അല്ലേ? വളരെ ചെറിയ കുട്ടികളുടെ വീട്ടിൽ ചിലപ്പോൾ ഉണ്ടാവില്ല. 1.5 വയസ്സ് 2 വയസ്സ്. ഞാൻ മോളൊന്ന് 4 മണിക്ക് എണീറ്റ്, നമ്മൾ വന്ന് 3 മണിക്കാ കിടക്കുക, മനസ്സിലല്ലേ? 4 മണിക്ക് എണീറ്റ് ഓളങ്ങ വരുന്നുണ്ട്. ഞാൻ 4 മണിക്ക് എണീറ്റ് ഇങ്ങനെ പോകുമ്പോൾ ഓളങ്ങ പിന്നാലെ അങ്ങനെ വരുന്നുണ്ട്. ഓക്കിപ്പോ കളിക്കണം എന്നുള്ള മോഡലോട് വരുന്നേ. അപ്പൊ എന്താ വെച്ചാൽ വീട്ടിലൊരു നിയമം ഉണ്ടാക്കണം, ഇത്ര മണിക്ക് ഇവിടുത്തെ എല്ലാവരും ഉറങ്ങണം. അത് ഉറങ്ങിയിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. എല്ലാവരും കിടക്കണം നിർബന്ധമാണ്. സുബൈക്ക് എണീക്കാനുള്ളതാണ്. അതൊരു മർമ്മമാണ് അവിടുത്തെ. എപ്പോ വേണമെങ്കിലും എണീക്കാന്നുള്ള അവസ്ഥ ഉണ്ടാവുമ്പോൾ എപ്പോ വേണമെങ്കിലും കിടക്കാന്നുള്ള നിയമം ഉണ്ടാവും. അപ്പൊ എങ്ങനെ കുട്ടികളെ കിടത്തേണ്ടത്? ഓരോ കുട്ടികളെ ഓരോ മാതിരി കിടത്തേണ്ടത്. എൻ്റെ ഹവ്വനെ ഞാൻ കിടത്തേണ്ടത്, ഹവ്വനെ കിടത്തിയിട്ട് തൊട്ടിയിലാട്ടുമ്പോൾ എല്ലാ ദിക്റും ചൊല്ലി അല്ലേ, ആയത്തുൽ കുർസി ഓതി, ഒക്കെ കയ്യിൽ അങ്ങനെ ഒരു മന്ത്രിക്കലുണ്ടല്ലോ അവിടെ, കയ്യിലേക്ക് ആയത്തുൽ കുർസി ഓതി, ഇഖ്ലാസ് ഓതി, മുഅവ്വിദത്തൈനി ഓതി, ഊതി അവളുടെ തല മുതൽ ഇങ്ങനെ ഫുള്ള് തടവി. ഹിദൂനും അങ്ങനെ തന്നെ ആക്കി കൊടുക്കണ്ടേ. എന്നാലോ ഹിദൂന് അതൊക്കെ അറിയാം. അപ്പൊ ഹിദൂനോട് പറയണം ആയത്തുൽ കുർസി ഓതണം. അപ്പോൾ ഫുള്ളിൽ പറയണ്ടല്ലോ, അപ്പൊ കൂടി കൊടുക്കേണ്ടി വരും. ഇത് ഓദിക്കാന്ന് പറഞ്ഞ കൂടി കൊടുക്കേണ്ടി വരും. ഫാദിയാനോട് ഓർമ്മയാക്കണം. ഫഹീമിനെ ഓർമ്മയാക്കണം. പിന്നെ ഡ്യൂട്ടി ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കണം. ഫഹീമിന് കൊടുക്കണം ഡ്യൂട്ടി, എല്ലാവരും ഓർമ്മയാക്കാനുള്ളത്. അപ്പൊ ബഹളം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയൊക്കെ നടന്ന അപ്പോ എന്ത് ചെയ്യണം? അങ്ങനെയൊക്കെ നടന്ന നല്ലൊരു പ്രശംസയും കൊടുക്കണം. ശരി, 2ാമത് തെറ്റുന്ന സമയം എണീക്കണ സമയമാണ്. വാപ്പ കറക്റ്റ് സമയത്ത് ജമാഅത്തിനൊക്കെ പോണ വാപ്പാരൊക്കെ ഉണ്ടാവും, മക്കൾ പങ്കെടുപ്പിക്കൂല. എണീക്കാത്ത വാപ്പാരുണ്ടാവും. അത് തിരുത്തുക. എന്റെ സംസാരം കേൾക്കുന്ന ആളുകളിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ, ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ തിരുത്തുക.
ജമാഅത്ത് നിസ്കാരത്തിന് വാപ്പി മക്കളും പോണെ ഒരു സംസ്കാരം വീട്ടിൽ ഉണ്ടാകുന്നതോടുകൂടെ ആ വീട്ടിന് കിട്ടുന്ന ഒരു പ്രത്യേകതരം ബെല്ലും ബ്രേക്കും ഉണ്ട്. നമ്മൾ പറയും അത് കുറച്ച് ദൂരെയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ദൂരെയാണെങ്കിൽ ദൂരത്തിനുള്ള പരിഹാരം ഉണ്ടാക്കണം. കാരണം എന്താ അറിയോ, പുരുഷനെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തായിട്ടല്ലാതെ നിസ്കാരം ഇല്ല. സ്ത്രീക്ക് പോയാൽ ഫർളില്ല, സ്ത്രീക്ക് പോയാൽ കൂലി കിട്ടും. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചതാണ്. പിന്നെ പണ്ഡിതന്മാരുടെ ഇജ്മാ ഉള്ള വിഷയമാണ് അല്ലെ, പണ്ഡിതന്മാരുടെ ഇജ്മാ ഉള്ള വിഷയമാണ് ഈ വിഷയം. 100 ഹദീസിലെങ്കിലും സ്ഥിരപ്പെട്ടു വന്ന മസ്അലയാണ്. ഇമാം ഷാഫി റഹിമഹുല്ലാ അടക്കമുള്ള എല്ലാ പണ്ഡിതന്മാരുടെയും 4 മദ്ഹബിലെ ഇമാമിങ്ങളുടെ അനുവാദമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഖുത്ബന്റെ നിബന്ധന പറയുന്നിടത്ത് ഹൈദുകാരി അല്ലാതിരിക്കണം എന്നൊക്കെ പറയുന്നത്. അല്ല, പള്ളിയിൽ വരുന്നതിന്റെ ഖുത്ബ പറയുന്നിടത്ത് നിബന്ധന പറയുന്നിടത്ത് ഹൈദുകാരി അല്ലാതിരിക്കണം എന്നുള്ള മസ്അലയൊക്കെ പറയുന്നത്. ഞാൻ അങ്ങോട്ട് പോകല്ല. ഏതായാലും കുട്ടികളെ എങ്ങനെ ഉറക്കത്തുനിന്ന് എണീപ്പിക്കുക? നേച്ചല്ലേ 4 ചവിട്ടൊക്കെ കൊടുത്ത് ഈട്ടിയൊക്കെ കൊടുത്ത് അല്ലേ. ഓരോ പ്രായത്തിലുള്ള കുട്ടിനെ ഓരോ മാതിരി എണീപ്പിക്കണ്ടേ. ഒരു 7 വയസ്സ് 8 വയസ്സൊക്കെ ഉള്ള കുട്ടി ഒരു ദിവസം മണിക്കണി അങ്ങനെ കിടന്നോട്ടെ. പക്ഷെ വന്നതിന് ശേഷം പറയണം കേട്ടോ, നമ്മൾ 1500 ആളുള്ള ഈ വലിയ മഹലില് നീ മാത്രം സുബഹിക്കുമല്ലേ. ഞങ്ങളോട് അതാ പറയുന്നത്, നീ മാത്രം സുബഹിക്കുമല്ലേ. എൻ്റെ സ്കൂളിൽ വെച്ച് മാത്രം സുബഹിക്കണ കുട്ടി ഉണ്ടാവുള്ളൂ. നമ്മളിപ്പോ പള്ളികളിൽ നോക്കിയിട്ട് ഞാൻ അധികം കണ്ടിട്ടില്ല. ചിലപ്പോൾ അല്ലാത്തവരുണ്ടാവും. അപ്പൊ ഈ കുട്ടികളുടെ ഈ വാരിയലിന്റെ ഭാഗല്ലേ, അവിടെ നിങ്ങൾ ഇക്ലിയാക്കി നോക്ക്. കുട്ടികളെ വേഗം കൊണ്ടുവരും. ഇക്ലിയാക്കിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ വെക്കണം. അപ്പൊ നമ്മൾ കുറച്ച് നേരത്തെ എണീറ്റ് വർത്താനം പറയേണ്ടി വരും. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരില്ല അറിയാം, അപ്പൊ ഒച്ചമുള്ളൊന്നും വേണ്ടി വരില്ല. ഇങ്ങനെ ഇവിടെ ഇക്ലിയാക്കിയിട്ട് ഇങ്ങനെ പിടിച്ചെണീച്ച് നീ ഒരു വിളിക്ക് എണീക്കണ കുഞ്ഞാണല്ലോ അല്ലെ. ചിലപ്പോൾ 10 വിളി ഉണ്ടായിട്ടുണ്ടാവും, എന്നാലും നമ്മളൊരു അങ്ങനെ 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 ആക്കി എടുത്തു കൊണ്ടുപോയാലേ. പിന്നെ ഒരു പ്രത്യേക പ്രായമാകുമ്പോൾ അലാം ക്ലോക്കൊക്കെ വാങ്ങിക്കൊടുക്കണം. കുട്ടിക്ക് സർപ്രൈസ് കൊടുക്കണം. 7 വയസ്സാകുമ്പോൾ 7 വയസ്സാണ് അന്ന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഓൺലൈനിൽ ഒരു മുസല്ലാണ് വരണം, ബുക്ക് ചെയ്തിട്ട്. ആ മുസല്ലാണ് എനിക്ക് സ്കീൽക്കുള്ള മുസല്ലാണ്. ഇങ്ങനെ പ്രായോഗികതയിലേക്ക് നമ്മൾ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താലേ ഇത്തരം കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പോഴേ ഇത് നടക്കുള്ളൂ, ഇല്ലെങ്കിൽ നടക്കൂല. അപ്പൊ കുട്ടികളായിട്ടുള്ള റാപ്പോ ബിൽഡ് ചെയ്യുന്നിടത്ത് നമുക്ക് പ്രശ്നം വരണം. മറ്റൊരു ഏരിയ സ്കൂൾക്ക് പോണ നേരം ഓട്ടോറിക്ഷ വേറെ നേരായിട്ടുണ്ടാവും, കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ എല്ലാവർക്കും ഒരേപോലെ അല്ല, എല്ലാ കുട്ടികൾക്കും ഒരേ സ്പീഡ് ഉണ്ടാവില്ല. ചില കാര്യത്തിൽ നമ്മൾ സഹായിക്കേണ്ടി വരും, ഇറങ്ങി സഹായിക്കേണ്ടി വരും അല്ലേ. ഇതേപോലെ തന്നെ ജോലി ചെയ്യുന്നിടത്ത് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവും. ചിലപ്പോൾ നമ്മളെ മൂത്ത ഒരു കുട്ടി ഉണ്ടാവും, ആ കുട്ടിനെക്കാളും ജോലി ചെയ്യാൻ പറ്റിയ ഇളയ കുട്ടിക്കായിരിക്കും. അപ്പൊ അങ്ങനെ പറയാം, ഇളയ കുട്ടി ഭയങ്കര ഉഷാറാ, ഒരു 10 റബ്ബർ ഷീറ്റൊക്കെ ഒന്നിച്ചു കൊണ്ടുപോകും. അപ്പൊ ഇവരിങ്ങനെ 3 ഷീറ്റും കൊണ്ട് ഇങ്ങനെ പോകണ്ടാവും. അപ്പൊ അവന്റെ ഉള്ളിൽ ഒരു ഭയങ്കര കുത്താണത്. നമ്മളങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. ഓൻ അത്രേ കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ, ഓൻ അത്രേ കഴിവുണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് ടീനേജിലേക്കൊക്കെ കുട്ടികൾ കയറുമ്പോ 11, 12, 13 എത്തുമ്പോ നിങ്ങൾ ചോദിച്ചാൽ മതി. ഞാനിപ്പോ കുട്ടികളോട് ചോദിച്ചു, ഇവിടെ വേദന ഉണ്ടെന്ന് ചോദിച്ചു. ഇവിടെ വേദന, മുട്ടിന് വേദന ഉണ്ട് മാഷ ഉണ്ട്. എന്താ, എല്ല് വളർന്നു വരികയാണ്. അപ്പൊ ഓന് പലജാതി വേദനയും പെയിനും പ്രശ്നമൊക്കെ ഉണ്ടാവും. ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മള് കൊട്ടൻ എടുത്താ ആന്റെ ഒരു വേദന, അനക്കനെ വേദന ഉള്ളൂ. നമ്മളെന്താ കാണുക, നമ്മക്ക് അതിലേറെ പ്രായക്കായി നമ്മൾ എടുക്കുന്നുണ്ട്, ഡയബറ്റിക്കായി ഞാൻ എടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഇതൊക്കെ ഉണ്ടാക്കുന്ന ഡാമേജ് എത്ര നിങ്ങള്. അവസ്ഥ അറിയാത്ത വർത്താനങ്ങള്, താരതമ്യം. റാപ്പോ പൊളിയുന്ന വേറൊരു കാര്യമാണ്. കണ്ടച്ചി ഇരുന്ന് വായിക്കുന്നുണ്ടോ? ഞങ്ങൾ ഇവിടുത്തെ ചെയ്മാളം എന്തെന്ന് വെച്ചാൽ ഇരുന്ന് വായിക്കോളൂ. ഈ ഇവിടുത്തെ കുട്ടി ഫുള്ളിരുന്ന് പോയി, ചെറിയ പ്രായം മുതൽ നമ്മൾ കാണാനാണ്. അത് കണ്ടിട്ട് ഞാൻ 5 മിനിറ്റ് പറയാൻ കണ്ടല്ലേ ഓടെ കണ്ട് പഠിച്ചേ. ഓട് വേറെ വീടാണ്, വേറെ അമ്മാന്റെ കുട്ടിയാണ്. ആ വീട്ടിൽ തന്നെ വേറെ 2-3 കുട്ടികളുണ്ട്, ഓരങ്ങനെ വായിക്കുന്നവരല്ല. അപ്പൊ അങ്ങനെ നമ്മളൊരു കമ്പാരിസണിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല. ഓരോ കുട്ടിക്കും അവരുടേതായ വ്യക്തിത്വം, അവരുടേതായ അവസ്ഥ, അവരുടേതായ സാഹചര്യം ഒക്കെ ഉണ്ട്. അത് പരിഗണിച്ചു വേണം പോകാൻ. നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളായിട്ട് ഡോക്ടറായി അടങ്ങും എന്നുള്ളവർക്കാണ് പോവുകയാണ്. അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ പലതും ഉണ്ടാവും. നമുക്ക് നമ്മുടെ കൺവെട്ടത്തൊക്കെ പലതും നടന്നതൊക്കെ നമുക്ക് അറിയാലോ. ആ കുട്ടി ഒരു ഡോക്ടർ ആകണില്ലാതെ വലിയ പൈസ അല്ലാതെ ഉണ്ടാക്കുന്നുണ്ടാവും ചിലപ്പോ. എന്താ, അവൻ നല്ല വരക്കുന്ന ആളാണ്, അവനൊരു എംബ്ലം ഡിസൈൻ ചെയ്തെടുത്തു. എത്ര? കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിന്റെ എംബ്ലം 5 ലക്ഷം റുപ്യ. അതിനൊരു ക്യാപ്ഷൻ, എ ഗ്ലോബൽ വിഷൻ. എന്താ അതൊരു ഇതുണ്ട്, ഒരു ഭയങ്കര ഒരു ഇതുണ്ട്. കാഴ്ചയിൽ ലോകത്തിന്റെ കാഴ്ചപ്പാടാണ്, ചികിത്സയിൽ ഒരു ഗ്രാമത്തിലെ ആൾക്ക്
കംഫർട്ടബിൾ ആയ ചികിത്സ, അങ്ങനത്തെ ഒരു ഡയലോഗാണ് അതിന് കൊടുത്തിട്ടുള്ളത്. അങ്ങനത്തെ ഒരു ഡയലോഗ് ഒരു 5 ലക്ഷം റുപ്യാണ്, 5 ലക്ഷം റുപ്യാണ്. അപ്പൊ അത് മതിയാവും ചിലപ്പോ. അതുകൊണ്ട് ഈ റാപ്പോ പൊളിയുന്ന ഇങ്ങനത്തെ മേഖലകളൊക്കെ നമ്മളൊന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള നല്ലൊരു വഴി പറഞ്ഞാൽ മാസത്തിലൊരിക്കൽ ഒന്ന് ഒന്നിച്ചിരിക്കുക, എല്ലാവരും കൂടി ഒന്ന് ഒന്നിച്ചിരിക്കുക, പാപ്പിയും മക്കളും എല്ലാവരും കൂടി ഒന്ന് ഒന്നിച്ചിരിക്കുക. ഇപ്പൊ വെക്കേഷൻ വരുമ്പോൾ ഞങ്ങൾ ഇരിക്കലുണ്ട് ഇവിടെ. ഞാൻ ഫോട്ടോ ഒക്കെ പിന്നെ FB-ലൊക്കെ പോസ്റ്റ് ചെയ്യലുണ്ട്. ഒന്നിച്ചിരുന്നിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ഇടും, ഞങ്ങൾ മിനിറ്റ്സ് ഒക്കെ എഴുതും കേട്ടോ. സ്വാഗതം പറയും, അങ്ങനെ 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 ഓരോരുത്തർക്ക് ഓരോ ഡ്യൂട്ടി ഉണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യും, തീരുമാനങ്ങൾ ഉണ്ടാവും. ഇത് കഴിയുന്നതിന്റെ മുമ്പ് ഡെയിലി 3 A4 വർക്ക് ചെയ്യണം, എന്തും ആകാം. അപ്പൊ അത്രയും സമയം സ്ക്രീനുമൊന്നും കൈസിലാവും, മനസ്സിലായില്ലേ? പിന്നെ ഇവിടെ ഈ വീട്ടിൽ മണ്ണിൽ കളിക്കണേന് കുറച്ചൊരു പ്രശ്നം അമ്മാക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ഉണ്ടെങ്കിലും ഇവിടെ ഫുൾ ലൈസൻസാണ്. എത്ര വേണമെങ്കിലും മണ്ണ് കളിക്കാം, എത്ര വേണമെങ്കിലും മണ്ണ് കളിക്കാൻ ഒരു പ്രശ്നമല്ല. എന്ത് പറ്റി എനിക്ക് പറഞ്ഞ കേൾക്കണ്ടല്ലോ അല്ലേ? കേൾക്കണ്ടേ? അപ്പോ ഞാൻ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ നമ്മൾ നോർമലി ഇങ്ങനെ ജീവിച്ചു പോണതിൻ്റെ ഇടയ്ക്ക് പാച്ചിലിൻ്റെ ഇടയിൽ കൃത്യമായൊരു സമയം ഇരിക്കാനും സംസാരിക്കാനും വേണം. ഇതേപോലെ നിങ്ങൾ നോക്ക്, ചെറിയ ഔട്ടിംഗ് ഒക്കെ ആവശ്യമുണ്ട്. പാപ്പി മക്കളും എല്ലാവരും കൂടി ഒന്ന് പുറത്തേക്ക് പോവുക, ഒന്ന് ഇപ്പൊ ഇവിടെയൊക്കെ എൻ്റെ ഉമ്മ എന്നെ വളരെ പ്രഷർ ചെയ്യുക കാര്യത്തിൽ. ഐറ്റലി കൊണ്ടുവന്ന് എനിക്ക് പുറത്തേക്ക് പോയി കൂടെ നിൽക്കുക. നമ്മളൊരു ഷെഡ്യൂൾ കുറച്ചൊരു ടൈറ്റ് ആയതുകൊണ്ട് പലപ്പോഴും അങ്ങനെ ഉണ്ട്. ചില വീടുകളിലൊക്കെ ഉള്ളൊരു പ്രശ്നം ഇതിനെന്തെങ്കിലും അറിയാം, മുതിർന്ന ആളുകൾ ഇതിന് സമ്മതിക്കൂല. ഓൽക്ക് ഇങ്ങനെ നടത്താണ് പണി അറിയും. ഇവിടെ അടക്കുണ്ട്, ഇവിടെ തേങ്ങുണ്ട്, ഇതൊക്കെ കൂടെ കഴിഞ്ഞിട്ട് പോക്കെടുക്കും സുഹൃത്തുക്കളെ. അപ്പൊ ഇതൊക്കെ ഈ കുട്ടികളെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ റാപ്പോ കൃത്യമായി ബിൽഡപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. അതാണ് ഞാൻ ഒന്ന് പ്രാർത്ഥിക്കാന്നാണ് ഞാൻ പറഞ്ഞത്. 2 കുട്ടികളായിട്ടുള്ള നമ്മളെല്ലാ പിണക്കങ്ങളും തീരണം. ഈ പറയുന്ന തൊപ്പുണ്ടായത് എങ്ങനെ അറിയോ? വാപ്പാന്റെയും ഉമ്മാന്റെയും ഡീലിങ്സ് പ്രശ്നം കൊണ്ട തൊപ്പുണ്ടായത്. ചെറിയ പ്രായത്തിൽ അമിതമായി പ്രഷർ ചെയ്തിട്ടാണ് ഉണ്ടായത്, മാതൃക കാണിക്കാത്തതുകൊണ്ടതാണ് ഉണ്ടായത്. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റിലേക്ക് പോകാം. ദാമ്പത്യത്തിൽ അച്ചടക്കം വേണം. അതാണ് എനിക്ക് പറയാനുള്ള പോയിന്റ്. ദാമ്പത്യത്തിൽ അച്ചടക്കം വേണം. എന്താ ദാമ്പത്യത്തിൽ അച്ചടക്കം? പിണക്കങ്ങളും തർക്കങ്ങളും ഒക്കെ പൊതുവെ ഉണ്ടാവും, ആരാണെങ്കിലും ഉണ്ടാവും. അത് ഓരോരുത്തരുടെയും പ്രകൃതത്തിനനുസരിച്ച് അതിൻ്റെ അളവ് കൂടും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ വീടുകളിൽ പോലും കൊച്ചു കൊച്ചു അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ട്. എന്താ, ഭാര്യമാര് പ്രവാചകനോട് പ്രതിഷേധിച്ച് പായത്തിറങ്ങി, നബി എങ്ങൾക്ക് വേണമെങ്കിൽ പോലെ തൊലാക്കി അല്ലിക്കോളി. അപ്പോൾ അവരുടെയൊക്കെ വാപ്പാരാണ്. ഒന്ന് പറഞ്ഞു ഖത്താബ് റളിയല്ലാഹു മോള് ഇവിടെ ഉണ്ട്. അപ്പോൾ കുറച്ച് ഓലൊക്കെ പാഞ്ഞു വന്നു എന്നാണ്. നബി തൊലാക്ക് ചെല്ലിയോ എന്ന് വെച്ചിട്ട് ഇല്ല എന്ന് പറഞ്ഞു എന്നാണ്. ആയിഷാ ബീവിന്റെ വീട്ടിലേക്ക് മറ്റൊരു വീട്ടിൽ നിന്ന് എന്തോ ഫുഡ് കൊണ്ടുവന്നു. ആയിഷാ ബീവി ആ പാത്രം തട്ടുന്നുണ്ട്. അപ്പോൾ അത് അവിടെ ഒടഞ്ഞു. ഈ ഉടഞ്ഞ വിവരം എങ്ങനെ? അവിടെ അപ്പോൾ ഉടഞ്ഞ വിവരം, അവിടെ ഗസ്റ്റുകളുണ്ട്. അപ്പോൾ ഗസ്റ്റിനുള്ള ഫുഡ് റസൂലുള്ളാഹി അതിൽ നിന്ന് എടുത്തെടുത്തതാണ് അവർക്കുള്ള പ്രശ്നം. മറ്റേ വീട്ടിലത്തെ ഫുഡ് എടുത്തെടുത്തു. അപ്പോൾ ഈ പാത്രം തട്ടി ഉടച്ചപ്പോൾ പ്രവാചകൻ എന്താ ചെയ്തത് അറിയോ? ഈ വന്ന അടിമയോട് പറഞ്ഞു, ഇവിടുന്ന് ഒരു പാത്രം എടുത്തെടുത്തിട്ട്, നിങ്ങളമ്മ ഭയങ്കര ദേഷ്യത്തിലാണ്. നമ്മുടെ അമ്മയാണ് ആയിഷ ബീവി അല്ലേ, നമുക്കറിയാം. നിങ്ങളമ്മ കുറച്ച് ദേഷ്യത്തിലാണ്, പോയിക്കോളിയാറും. പ്രവാചകൻ ഒന്നും ചെയ്തില്ല. നമ്മളാണെങ്കിലോ ഒന്നുകിൽ പല്ലിൻ്റെ എണ്ണം കുറയും, അല്ലെങ്കിൽ എല്ലിൻ്റെ എണ്ണം കൂടും. രണ്ടിലൊന്നും സംഭവിക്കും. അപ്പൊ അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ മക്കളെ മുന്നിൽ വെച്ച് ബഹളങ്ങളും കലഹങ്ങളും ഡയലോഗും വിമർശനവും കുറ്റം പറയലും ആക്ഷേപമൊക്കെ ഉണ്ടാവുമ്പോൾ കുട്ടികൾ ഇതിൽ നിന്നൊക്കെ ഒരുപാട് സാധനം ഇങ്ങനെ ടാപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെയാണ് ഈ കല്യാണപ്രായത്തിൽ എത്തുമ്പോൾ പറയാം, മതി എനിക്ക് വേണ്ട. വിഷയം ഭയങ്കര എന്തായിരിക്കും? സ്ഥിരമായിട്ടുള്ള വിഷയത്തിലായിരിക്കും കച്ചറ. ഞാൻ സാധാരണ ഈ പോയിന്റ് പറയുമ്പോൾ പറയലുണ്ട്. ഞാൻ ഒരു വീട്ടിൽ ചെന്നപ്പോഴേ അവിടെ സിറ്റ് ഔട്ടിലെ ഫാൻ ഇട്ടപ്പോൾ ആ ഫാൻ ഇങ്ങനെ ടക്ക് 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 എന്ന് പറഞ്ഞിങ്ങനെ അടിക്കുകയാണ്, നിൽക്കാതെ അടിക്കുകയാണ്. അപ്പോൾ നിൽക്കാതെ അടിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, ഈ പരിയത്ത അടി ഇതിമല്ലോ ചോദിച്ചാണ്. എനിക്ക് വളരെ ഫ്രണ്ടിൽ ചോദിക്കാവുന്നൊരു വീടാണ്. ഈ പരിയിലെ അടിയും ബഹളമൊക്കെ ഇതിമല്ലേ എന്ന് ചോദിച്ചാൽ. അപ്പോൾ ആ ശ്രീമൗലവി, അത് ഞങ്ങൾ പറയാതിരിക്കാൻ നിങ്ങളോട്. അപ്പം ഇയാളെ പ്രത്യേകം എന്താ അറിയോ? ഇയാൾ ആ നാട്ടിലെ എല്ലാവരെയും ഫാനൊക്കെ വെച്ചു കൊടുക്കുന്ന ഇലക്ട്രീഷ്യനാണ്. മൂപ്പര പരിയത്തെ സാധനം മാത്രം ഇങ്ങനെ എടുക്കാണ്. ഈ ലൈറ്റ് കുറേ ദിവസം മിന്നീന് കേട്ടോ. എന്നും അവിടെ നിന്ന് പറയാം എത്തിക്കണം എന്ന് പറയാം. അവസാനം ഇവിടുത്തെ താത്ത വെച്ചു, അതെന്താ നേരാക്കാത്ത വെച്ചു. അപ്പോഴാണ് എത്തിയത്.
ആ ബൾബും അങ്ങനെ അത് ഇതിൻ്റെ ഒരു പ്രൊസീജിയറാണ്, ഒരു നടപടിക്രമമാണ്. പക്ഷെ ഇവിടെ അതിൻ്റെ പേരിൽ ബഹളമോ ഒന്നും ഉണ്ടായിട്ടില്ല. അത് ഒരു സൈഡ് ഭയങ്കര സേഫായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് വിചാരിക്കണം. വേണമെങ്കിൽ ബഹളം ഉണ്ടാക്കാനുള്ള വകുപ്പയിലുണ്ട്. അപ്പോൾ നമ്മൾ ആണുങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്ഥിരമായിട്ട് ഇവർക്ക് ആവശ്യമുള്ള ടോയ്ലറ്റ് നമ്മൾ ആ ടോയ്ലറ്റൊക്കെ ഫിറ്റ് ചെയ്തതും ആ ടോയ്ലറ്റിൻ്റെ പൈപ്പ് വാങ്ങിയതൊക്കെ നമുക്ക് നല്ല ഓർമ്മ ഉണ്ടാവും. ആരെടുത്തുനിന്ന് ആ പൈസ വാങ്ങിയത് നടക്കും ഓർമ്മ ഉണ്ടാവും. അതുകൊണ്ട് അത് ഒത്തിരി മഞ്ഞായി കാണുമ്പോഴൊക്കെ നമുക്ക് ആകെ തലക്ക് പിടിക്കും. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഒരു വട്ടം കേൾക്കി വെക്കാൻ മതി, അപ്പോൾ മനസ്സിലാവും അത്യാവശ്യത്തിന് നല്ല മല്ലുള്ള പരിപാടിയാണ്. അപ്പോഴാണ് നമുക്ക് എന്ത് തോന്നുക അറിയോ, ഈ ബ്രഷ് മാറ്റാനായിട്ടുണ്ട്. അതുവരെ നമുക്ക് തോന്നൂല. അപ്പോൾ ഇത്തരം കേസുകളൊക്കെ എന്താ അറിയോ, മുമ്പൊരിക്കൽ ഒരു ടീം ഭയങ്കര അടിപൊളി തമ്മിൽ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇനി ചൊവ്വാഴ്ച മാത്രമേ നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം ചർച്ച ചെയ്യാൻ പാടുള്ളൂ. ചൊവ്വാഴ്ച പെരുന്തമണ്ണ ടൗണിലുള്ളൊരു ടീമാണ്, ചൊവ്വാഴ്ച നമ്മളെക്കാടുള്ള ലൈസാണ്. അപ്പോൾ ഭയങ്കര പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേര് അരമണിക്കൂർ നമുക്ക് ഇരിക്കാറുണ്ട്. 3 ആഴ്ച അങ്ങനെ സമയം കൊടുത്തു. അപ്പോൾ എന്ത് വന്നാലും ഒരു അടിയുടെ ചൊവ്വാഴ്ചയാണ് അറിയും. ഇപ്പോൾ ചർച്ചയല്ല അറിയും. അവസാനം ചൊവ്വാഴ്ച ഇരുന്നിട്ട് ചർച്ച ചെയ്ത് നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. പല വിഷയങ്ങളും അങ്ങനെയാണ്, സ്പോട്ടിൽ ചർച്ച ചെയ്യുമ്പോൾ ഭയങ്കര കോത്താമ്പി ആയിരിക്കും. എന്നാലോ മൊത്തത്തിൽ എടുത്ത് പിന്നീട് വിഷയത്തേക്ക് പോകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ചില ആളുകൾക്ക് ചില പ്രകൃതം ഉണ്ടാവും. മൂപ്പര് ഭയങ്കര അവിടുത്തെ വലിയ ആളായിരിക്കും, ഭയങ്കര സംഭവമായിരിക്കും, അങ്ങനെ വർത്താനം പറയുന്ന ഒരു ടൈപ്പായിരിക്കും. അപ്പം നമ്മൾ അതിന് വകവെച്ചെടുത്താൽ മതി കേട്ടോ. പണ്ട് മാതൃകാ ദമ്പതികളായ 2 ആളെ വീട്ടിക്ക് പുതിയ കല്യാണം കഴിച്ച 2 ആൾ ചെന്നു. നിങ്ങൾ ഇവിടുത്തെ ഏറ്റവും മാതൃകയാണ്, നിങ്ങൾ തമ്മിൽ തെറ്റലില്ല, ബഹളമല്ല എന്നൊക്കെ പറയണേ. അതിൻ്റെ ഐഡിയ എന്താണ് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഓല് 2 ആളും 2 പെട്ടി കാണിച്ചു കൊടുത്തു. 2 പെട്ടി എവിടെ, കട്ടിലിൻ്റെ ചോട്ടിലുള്ള 2 പെട്ടി കാണിച്ചു കൊടുത്തു. ഒന്നിൽ കടലാസ് കൊണ്ടുള്ള പാവയുണ്ട്, മറ്റേതിൽ പഞ്ഞി കൊണ്ടുള്ള പാവയുണ്ട്. ഇതാണ് ഞങ്ങളെ വിജയരാശി എന്ന് പറഞ്ഞു. ഒരാൾ ദേഷ്യം പിടിക്കുമ്പോൾ മറ്റേ ആൾ എന്ത് ചെയ്യും, പഞ്ഞി കൊണ്ട് പാവ ഉണ്ടാക്കും. അയാൾ ദേഷ്യം പിടിക്കുമ്പോൾ ഇയാളോ കടലാസ് കൊണ്ടും പാവ ഉണ്ടാക്കുന്നിട്ട് അങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞൊക്കെ ആകുമ്പോൾ ഞങ്ങൾ കാര്യം പറഞ്ഞ വിഷയം പരിഹരിക്കും. അപ്പോൾ നമ്മൾ എത്രത്തോളം മാതൃകയാണ് അതിനനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുക, നമ്മുടെ മക്കൾ ശരിയായി വരിക. വീട് നിർമ്മാണമായിരിക്കും വേറൊരു വലിയ വിഷയം. ഒരു ടെക്സ്റ്റ് മെസ്സേജ് വന്നു എനിക്കൊരു പെൺകുട്ടിൻ്റെ, ഞാൻ വളരെ അടുത്തറിയുന്ന ഒരു ഫാമിലിത്തെ. എൻ്റെ വാപ്പിയും ഫുൾ അടിയാണ്, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്തത് പരിഹരിക്കും, എനിക്ക് പരീക്ഷയ്ക്ക് പഠിക്കാൻ പറ്റില്ല എന്നാണുള്ള എഴുതിയത്. ഇട്ട് കഴിഞ്ഞതിന് ശേഷം അപ്പം ഡിലീറ്റ് ആക്കി. അപ്പോൾ ഞാൻ പറഞ്ഞ മോളെ ഞാൻ കണ്ടു പറഞ്ഞേന് കേട്ടോ. ഞാൻ മൂപ്പര് വിളിച്ചപ്പോൾ മൂപ്പര് ചോദിച്ചു, എന്തേ വാലേക്കും അസ്സലാം, എന്തേ പെണ്ണുങ്ങൾ എന്തേലും പറഞ്ഞോ എന്ന് ചോദിച്ചു. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, പെണ്ണുങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങളെ മോള് പറഞ്ഞു, ഓളെന്താ നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിച്ചാൽ സമ്മതിക്കണില്ല, 2 ആളും ഭയങ്കര ബഹളം. എന്താണ് മൗലവി, ഇൻ്റെ അടുത്ത് പൈസ അല്ല, കുട്ടിനെ കെട്ടിക്കാനായി വിചാരിച്ചിട്ട് ഇൻ്റെ അടുത്ത് പൈസ വേണ്ട, മേലക്ക് ഉണ്ടാക്കണം എന്നാണ് പറയണേ. അപ്പുറത്തെ വീടൊക്കെ പണി കഴിഞ്ഞു, ഞമ്മളത് മാത്രം പണി എടുക്കണില്ല എന്നാണ് പറയണേ. നിങ്ങൾക്കൊരു ബോധമല്ല, നിങ്ങളൊന്നും ശ്രദ്ധിക്കണില്ല, കുട്ടിൻ്റെ കാര്യങ്ങൾ നോക്കണില്ല. ഇത് കേട്ട് ചെവി പൂട്ടിയേക്കാൻ പറ്റില്ലല്ലോ, ഭയങ്കര പ്രശ്നമാണ് ഇതിങ്ങനെ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, വീടുണ്ടാക്കി പോരെ, ഇനിയിപ്പോൾ എന്താ പൈസ വേണ്ട മൗലവി. ആയിക്കോട്ടെ. അപ്പോൾ നമ്മുടെ വളരെ അടുത്തൊരു സുഹൃത്തുണ്ട്, കോൺട്രാക്ടറാണ്. മൂപ്പരോട് ഞാൻ പറഞ്ഞു അവിടെ ഒന്ന് പോകണം, ഒന്ന് അളക്കണം. അപ്പോൾ താത്താനെയും കൂട്ടിയിട്ട് അളക്കാൻ പറഞ്ഞു. അളന്നിട്ട് ആ കോസ്റ്റ് മൊത്തത്തിൽ എത്ര റുപ്യ ആവും എന്നുള്ളത് ആയിക്കോട്ടെ 5 ലക്ഷം കൂടി കൂട്ടി എന്നാൽ പറഞ്ഞെടുത്തുള്ളതാണ്. അപ്പോൾ മൂപ്പരോൻ പോയിട്ട് അളന്നിട്ട്, അല്ല ഇത് വളരെ ചെറിയ പൈസ ആവുള്ളൂ, 15 ലക്ഷം റുപ്യ ആവുള്ളൂ. അപ്പോൾ ബാങ്കിൽ നിന്ന് എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഈ താത്ത വരികയായിരുന്നു. മൂപ്പര് പോലെ അങ്ങോട്ട് വരികയായിരുന്നു. മൂപ്പര് പോയില്ല. ഓൻ പോയ ഉടനെ പറഞ്ഞു നമുക്ക് വേണ്ട, പലിശക്ക് എടുത്തിട്ടുള്ള പരിപാടി നമുക്ക് വേണ്ട. അപ്പോൾ ഓരിതെന്തോ ചെറിയൊരു പൈസക്ക് നടക്കും വിചാരിച്ചിട്ടാണ്. അപ്പം പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. ഈ ഉള്ള പെര കണ്ടിട്ട് നമ്മളെ മോളെ കെട്ടിക്കൊണ്ടോണ ആള് ഇനി പെര എത്ര വലുതായാലും അയാൾ ഓക്കെ കയറും, അതുകൊണ്ട് പ്രശ്നമല്ല. അങ്ങനത്തെ അടുത്തേക്ക് നമ്മളെ കുട്ടീനെ കെട്ടിച്ചാൽ മതി, വിഷയം തീർന്നു. ഇനി 4-മത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, 1 ഞാൻ പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞു, 2 നമ്മൾ തമ്മിൽ റാപ്പോ വേണമെന്ന് പറഞ്ഞു, 3 ദാമ്പത്യം ശരിയാവിധം കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഒക്കെ വിശദാംശത്തേക്ക് പോകുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയി പറയേണ്ടതാണ്, നമുക്ക് സമയമല്ല. നമുക്ക് നോമ്പ് കഴിഞ്ഞിട്ട് ഒരു 1-2 സെഷൻ കൂടി കൂടാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും താല്പര്യപൂർവ്വം വരികയാണെങ്കിൽ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, 4-മത്തെ ഒരു പോയിന്റ് എനിക്ക് നിങ്ങളെ ശ്രദ്ധപ്പെടുത്താനുള്ളത്, പുതിയ ട്രെൻഡുകളും പുതിയ പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ അറിയണം. നമ്മുടെ കുട്ടിയുടെ സ്കൂളും അവൻ്റെ ഫ്രണ്ട്സും ഒക്കെ നമുക്ക് അറിയണം. ഫ്രണ്ട് ആരാണ്, അവൻ്റെ വാപ്പ ആരാണ്,
ഇതൊക്കെ അറിയണം. പ്രത്യേകിച്ച് കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ അവസ്ഥ എന്താ അറിയോ? അച്ഛനും മോനൊക്കെ ഒന്നിച്ച് ഇരുന്ന് വെള്ളമടിക്കുന്ന വീടുകളുണ്ട്. അവിടുന്ന് വരുന്ന ഒരാൾ സ്വാഭാവികമായിട്ടും ഓൻ വെള്ളമടിക്കും. ഓൽക്കത് നിങ്ങൾ നന്നാരി സർവത്ത് പിടിക്കുന്ന ഫീലിംഗ് ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ഒരു സ്ഥലത്ത് മോൻ പോയി പെട്ടാൽ സ്വാഭാവികമായിട്ടും കോംപ്രമൈസ് ആവും. ദീനി രംഗത്തൊക്കെ നല്ലോണം ഉണ്ടായിരുന്ന ഒരാൾ എനിക്ക് PSC കിട്ടിയിട്ട് അയാൾ തെക്കൻ കേരളത്തിലെ പത്തനംതിട്ടയിലെ ഒരു സ്ഥലത്തെത്തി ഒരു വില്ലേജ് ഓഫീസറായിട്ട് നിയമനം കിട്ടി. കൂടെയുള്ള 3-4-5 ആൾക്കാരൊക്കെ മിനുങ്ങണ ആൾക്കാരാണ്. പതുക്കെ ഓനണ്ടായി. അങ്ങനെ ഏതോ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന ഇടയ്ക്ക് ഒരു സ്പീച്ചിന്റെ ഭാഗം കിട്ടി. അങ്ങനെ ആ നമ്പറൊക്കെ ഘടിപ്പിച്ചാൽ വിളിക്കണേ. ഞാനിങ്ങനെ പെട്ട് കിടക്കണം മൗലവി, വല്ലാത്ത അവസ്ഥയാണ്. പഴയതൊക്കെയാണ് ചിന്തിച്ചു. ഞാൻ പെട്ടെന്ന് സ്പീച്ച് കേട്ടപ്പോൾ പഴയതൊക്കെയാണ് ചിന്തിച്ചു. എനിക്കൊന്ന് ശരിയാകും. അപ്പൊ സാഹചര്യം ഒരു പ്രധാന വിഷയമാണ് സഹോദരന്മാരെ. സാഹചര്യം ഒരു പ്രധാന വിഷയമാണ്. നോർമലൈസ് ചെയ്യപ്പെടാറുള്ള ഒരു സാധനമുണ്ട്. അവിടെ പറഞ്ഞതിന് ഇന്നത്തെ സംസാരം അവസാനിപ്പിക്കുകയാണ്. നോർമലൈസിങ് ആണ് ഇവിടെ നടക്കുന്നത്. എല്ലാം നോർമലൈസ് ചെയ്യുക. എന്താ നോർമലൈസ് ചെയ്യുക പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളെ അറുക്കാൻ വരുന്ന ആൾക്കാർ ഓരറുക്കുമ്പോൾ ഒരു പ്രശ്നമല്ലല്ലോ. ഓൽ കാലുമ കെട്ടിയാണ് മറിച്ചിടുന്നതാണ്. ഓലറുക്കുമ്പോൾ കോഴി പെട്ടി കൊടുക്കും. കോയിനറക്കുന്ന ആൾക്കാർ ഇവിടെ നമ്മൾ സിദ്ധിക്കാക്കാനെ കടിച്ചു തന്നാൽ കഴിഞ്ഞു. 1 മിനിറ്റ് കൊണ്ട് നമ്മളിങ്ങനെ എടുത്ത് എന്താ ഓല തലയിൽ ഇത് അങ്ങനെ ആയിപ്പോയി. ഇനി ഓൽക്കത് പ്രശ്നമല്ല, ഓൽക്കത് വിഷയമല്ല എന്ന് മനുഷ്യന്റെ തലച്ചോറിന് അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ട്. ഇപ്പൊ ഇവിടെ നടക്കുന്ന കാര്യം അതാണ്. കുട്ടികളുടെ തലേക്ക് 2-3 ചിന്തകൾ വളരെ സുന്ദരമായി സോഷ്യൽ മീഡിയ വഴി കയറ്റുന്നുണ്ട്. ഒന്നെന്താ അറിയോ? ജീവിതം ഒന്നേ ഉള്ളൂ, അത് ആസ്വദിക്കണം. ഇതാണ് ഒന്നാമത്തെ ചിന്ത. ജീവിതം ഒന്നേ ഉള്ളൂ, അത് ആസ്വദിക്കണം. അത് എവിടുന്ന് കാണും? അത് ഫിലിമിലെ ഒരു ക്ലൈമാക്സ് മൊമെന്റിൽ അത് കാണും. ഫിലിമിൽ എങ്ങനെ ഒരാളിങ്ങനെ തളർന്ന് കരഞ്ഞിരിക്കുമ്പോൾ ഭയങ്കര BGM ഒക്കെ ബാക്കിൽ നിന്ന് സെറ്റ് ചെയ്തിട്ട് ഭയങ്കര ഇമോഷണൽ ആംഗിളിൽ ക്യാമറ സെറ്റ് ചെയ്തിട്ട് ഏറ്റവും സയൻറ്റിഫിക്കായ ഒരു അറ്റാച്ച്മെൻറ്റ് പൊസിഷൻ ഉണ്ടാക്കിയിട്ട് കഥയിലെ നായകൻ പറയും, എടോ ജീവിതമൊക്കെ ഒന്നേ ഉള്ളൂ, അത് ആസ്വദിക്കണം, ഇത് കരഞ്ഞു തീർക്കാനുള്ളതല്ല. എന്നിട്ട് അയാൾ ഓനെ വിളിച്ചുകൊണ്ടായിട്ട് പൊട്ടിച്ച് കുടിക്കണ സീനൊക്കെ പിന്നെ അടുത്ത് പോവുക. ഇത് സ്റ്റാറ്റസ് കാണണം നമ്മളെ. ഈ സാധനം സ്റ്റാറ്റസ് കിട്ടും. അപ്പോൾ ജീവിതം ഒന്നേ ഉള്ളൂ എന്നിങ്ങനെ സ്റ്റാറ്റസ് നിന്ന് കിട്ടും, സ്റ്റോറിയിൽ നിന്ന് കിട്ടും, ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടും. ഇപ്പം ഞങ്ങളെ യാത്രയപ്പിൽ ഒരു ടീച്ചർ പറയണ കേട്ടു, കുട്ടികളെ ജീവിതം ഒന്ന് തന്നെ ഉള്ളൂ, നല്ലോണം ആസ്വദിച്ചോളി. ഇത് ടീച്ചേഴ്സ് പറയണേ, ഇത് സിലബസ് പറയണേ. ജീവിതം ഒന്നുള്ളൂ. നമ്മളെ കോടിക്കണക്കിന് വർഷങ്ങൾക്കപ്പുറത്ത് മറമാടിയ പള്ളിക്കാട്ടൊന്ന് പിടിച്ചു കൊണ്ടുവരും. എന്താ സംശയം? ചുട്ടുചാമ്പലാക്കി ഒഴുക്കിക്കളഞ്ഞ പുണ്യതീർത്ഥങ്ങളിൽ നിന്ന് കൊണ്ടുവരും. സെമിത്തേരിയിലെ അടക്കപ്പെട്ട പെട്ടിയിൽ നിന്ന് കൊണ്ടുവരും. എന്താ തെളിവ്? അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ അലം യകുനു തുഫതം മിൻ മനിയ്യിൻ യുംനാ ثم كان علقة فخلق فسوى فجعل منه الزوجين الذكر والأنثى أليس ذلك بقادر على أن يحيي الموتى. നിസ്കാരത്തിൽ ഓതുന്ന സൂറത്തിന്റെ അർത്ഥമൊക്കെ നമുക്കറിയില്ല. അതാണ് നമ്മളെ ഖുറാനായിട്ടുള്ള ബന്ധം. അപ്പോൾ ഇതൊന്നും അറിയില്ല. ഇതൊക്കെ ഓതിപ്പോണുണ്ട്, ഇവിടെ നിന്ന് സ്റ്റോപ്പ് ഇട്ടൂല. നിസ്കാരത്തിൽ ഓതുന്ന സൂറത്തിന്റെ അർത്ഥം അറിയില്ല, അത് പഠിക്കൂല. അല്ലാത്തൊക്കെ നമ്മുടെ അടുത്ത് വിവരം ഉണ്ടാവും അല്ലേ? ഇവിടെ എല്ലാ ആഴ്ചയും വെള്ളിയാഴ്ച, എല്ലാ തിങ്കളാഴ്ചയും ഇവിടെ 1 മണിക്കൂർ ക്ലാസ് ഉണ്ട് നമ്മുടെ പള്ളിയിൽ. എല്ലാ ബുധനാഴ്ചയും 10-250 ആൾ പങ്കെടുക്കണ ഉണ്ണിയുള്ള ക്ലാസ് ഉണ്ട്, കാരിയിൽ ക്ലാസ് ഉണ്ട്, കാപ്പിൽ ക്ലാസ്. അവിടെയൊക്കെ മനുഷ്യന്മാർ വന്ന് ഖുറാൻ പഠിക്കുന്നുണ്ട്. നമ്മളത് പഠിക്കൂല. നോക്ക്, നിങ്ങൾ എന്താ ഖുറാൻ ചോദിച്ചേ? നിങ്ങൾ കേവലം ഒരു ബീജബിന്ദു ആയിരുന്നു. ഉപ്പാന്റെ ശരീരത്തിൽ നിന്ന് വന്ന 20 മുതൽ 40 കോടി വരെയുള്ള ബീജബിന്ദുക്കളിൽ ഒരു ബീജബിന്ദു ഉമ്മാന്റെ അണ്ടവുമായി കൂടിച്ചേർന്ന് ഒരു കുഞ്ഞായി ജനിച്ചു വീഴാണ്. അതുണ്ടാക്കിയ റബ്ബിന് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമോ? തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. മനുഷ്യന്റെ ഉള്ളിലെ അത്യത്ഭുതങ്ങളെ പടച്ച റബ്ബിന് മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. അപ്പൊ അങ്ങനെ ഒരു ജീവിതം ഉണ്ടോ വെച്ചാൽ ഉണ്ട്. ആ ജീവിതം ഉണ്ട് എന്നത് തിരിച്ചറിയാൻ നമുക്ക് കഴിയുക എന്നുള്ളത് പ്രധാനമാണ്. ആ മരണം പൊടുന്നനെ വരും അല്ലേ? ഇപ്പൊ ലഹരിന്റെ ക്ലാസ്സിൽ, പണ്ടത്തെ ലഹരിന്റെ ക്ലാസ്സിൽ കള്ളുടിച്ചാൽ കിഡ്നിക്കിന്നത് പറ്റും, കണ്ണിനത് പറ്റും, തലച്ചോറിന്. ഇപ്പോൾ അത് പറ്റിക്കോട്ടെ എന്നാണ് പറയുന്നത്. ഞാൻ അങ്ങനെ ഒരുപാട് കാലം ജീവിക്കാൻ വിചാരിച്ചിട്ടുള്ള ഉള്ളത് ഉഷാറാക്കണമെന്നേ ഉള്ളൂ എന്നാണ്. അത് ദിമന്ന് കിട്ടണാണ്. നോക്ക് നിങ്ങൾ, DJ മ്യൂസിക് സദസ്സുകളാണ്. അത് സ്കൂളിലെ ടൂറിന്ന് തുടങ്ങും. സ്കൂളിലെ ടൂറിൽ
വന്നു പോണത് വരെ ഈ ചാട്ടാണ്. എത്ര നേരം ചാടും? എന്താ പാട്ട്? പച്ചത്തെറിയാണ് പാട്ട്, പച്ചത്തെറിയാണ്. ആ വരികളൊന്നും ഇങ്ങനെ പോസ് ചെയ്താൽ ഭയങ്കര സ്പീഡ് പാടുന്ന പുതിയൊരു പാട്ടുകാരുണ്ട്, ഓനൊക്കെ അറിയുള്ളൂ. അപ്പോൾ ഞങ്ങൾ 24 ന്യൂസിൻ്റെ സ്റ്റുഡിയോ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ SKNൻ്റെ PA ഉണ്ട്, മൂപ്പരായിട്ട് സംസാരിച്ച മൂപ്പര് പറഞ്ഞു, നമ്മൾ കുറേ ഇഷ്യൂസ് അവരെ മുന്നിൽ പറഞ്ഞു, ചാനലിൽ കൊണ്ടുവരേണ്ട വിഷയങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനാണ് പോയിരുന്നത്. അപ്പോൾ മൂപ്പര് പറഞ്ഞു, ഞങ്ങളൊരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളുടെ കോമഡി ഉത്സവത്തിലെ ആളുകളൊക്കെ ഒന്നിച്ചൊരു ഇതിലുണ്ട്. അപ്പോൾ ഒരു കുട്ടിയുണ്ട് അവിടെ, ആ കുട്ടിക്ക് ഇപ്പോൾ ആരും അറിയില്ല, ഓരോരുത്തരും ഒറ്റ ആളെ അറിയില്ല. അവസാനം ഇവന് തൊപ്പിനറിയാം, പിന്നെ ഡെബ്സിയോ എന്തൊരു ചങ്ങായിണ്ട് ഓനെ അറിയാം, വേറെ ആരും അറിയില്ല. എന്താ ഓൻ്റെ പ്രത്യേകത? എന്താ? ഓൻ പച്ചത്തെറി ഇങ്ങനെ സ്പീഡിൽ പാടുക ചെയ്യുക, അതിനനുസരിച്ച് കുട്ടികൾ ചാടുകയാണ്. എത്ര നേരം ചാടും? ആ ചാട്ടത്തേക്ക് സാധനം കിട്ടണം. അപ്പോഴാണ് അവിടെയാണ് ഈ മയക്കുമരുന്ന് കച്ചവടത്തിൻ്റെ സാധ്യത യഥാർത്ഥത്തിൽ തെളിയണത്. അന്തം മുട്ടി ചാടണമെങ്കിൽ റബ്ബർ ബന്തി ചാടണവർ ചാടണം കണ്ടിട്ടില്ല നിങ്ങൾ? ഈ സാധനം ഉള്ളിൽ ചെന്നാൽ പിന്നെ ഒക്കെ മറക്കും. അപ്പോൾ കോമ്പസ് കൊണ്ട് കുത്തും, അപ്പോൾ വെട്ടി നുറുക്കി കൊല്ലും. സമനില തെറ്റാണ്. ഉമ്മാനെ മനസ്സിലാവില്ല, ഉപ്പാനെ മനസ്സിലാവില്ല, ആരെയും മനസ്സിലാവില്ല. ഇതിൻ്റെ ആവശ്യകത വന്നു കഴിഞ്ഞാൽ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ പണി കഴിക്കണ സ്വഭാവത്തേക്കാണ് യഥാർത്ഥത്തിൽ പോവുക. അതുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം ഇവിടെ അവസാനിപ്പിക്കണം. ഒരുപാട് മേഖലകൾ ഇതിൽ പറയാനുണ്ട്, ഓരോന്നും വേറെ വേറെ കൈകാര്യം ചെയ്യേണ്ടതാണ്. ഫോണ് കുട്ടികൾക്ക് കൊടുക്കുന്നതിൽ ഒരു തീരുമാനം നമ്മൾ വീട്ടിലുണ്ടാക്കണം. ഇൻഷാ അല്ലാ നമ്മളെല്ലാവരും കുട്ടികൾ ഓരോരുത്തരും കുട്ടികളെ ലിസ്റ്റ് ചെയ്ത് നമ്മൾ വിളിക്കുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചയും ഇവിടെ ഒരു ക്ലാസ് അവർക്ക് വേണ്ടി തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ ഞായറാഴ്ചയും ഒരു 8ാം ക്ലാസ്സിൻ്റെ മേലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ കടന്നു പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്, അത് മുഴുവൻ പൊളിച്ചടുക്കി കൊടുക്കണം. അങ്ങനെ പൊളിച്ചടുക്കി കൊടുത്താൽ നല്ല അടിപൊളി കുട്ടികളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഞങ്ങളോട്, നാഷണൽ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ച് ഡിബേറ്റർമാരായ ആൾക്കാരുണ്ട്. എനിക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റും. ഞാൻ കൊല്ലത്തൊരു കോളേജിൽ പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു വിസിറ്റിന് വേണ്ടി പോയപ്പോൾ, അന്ന് ഞാൻ വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗമാണ്. അപ്പോൾ അവിടെ ഒരു പയ്യൻ്റെ റൂമിലാണ് താമസം. അന്ന് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഗവൺമെൻറ് കോളേജുകളിലൊക്കെ ആർക്കും പോയി താമസിക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ റൂമിലാണ് ഉറങ്ങാൻ പോയത്. അപ്പോൾ ഇവൻ്റെ ഈ മുസല്ല അവിടെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പോൾ ഇവിടുത്തെ നിസ്കാരം പള്ളിക്കൊന്നും പോകല്ലോ ചോദിച്ചു. അതാണ് ഈ ടീം വർക്കിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ ചോദിച്ചും പറഞ്ഞുമാണ് ഈ കോളേജിലൊക്കെ പോവുക. അതേ കേൾക്കണമെങ്കിൽ ഈ കിടക്കണമല്ലോ നിങ്ങൾ. ഇന്നലെ യൂണിവേഴ്സിറ്റി പരീക്ഷ കഴിഞ്ഞിട്ട് ഫുൾവാമ ഇതാണ് ഇവരൊക്കെ, നീച്ചിട്ടില്ല. ഇവിടെ വെള്ളടി എല്ലാ പരിപാടിയും ഉണ്ട്. ഇവിടെ ഞാൻ സുന്നത്തോടെ നിസ്കരിക്കും. ഇവിടെ മലക്കുൽ മൗത്ത് വരുമ്പോൾ റഹ്മത്തിൻ്റെ മലക്ക് കൂടെ വരുമെന്ന് എനിക്ക് പേടിയാണ്. ഞാൻ ഇവിടെ കിടന്ന് മരിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടാണ്, മനസ്സിലല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഈ വെള്ളടിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ അങ്ങനത്തെ ഒരു കുട്ടി ഉണ്ടായത്? മദ്രാസ് IIT-യിൽ ഒരു വിസിറ്റിൻ്റെ ഇടയിൽ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു, അവിടുത്തെ ഒഴിവാക്കിയ പഴയ കിച്ചണ് പള്ളിയാക്കി മാറ്റിയിട്ട് അവിടെ ഒരു ബോർഡ്, സുബഹിക്ക് വിളിക്കേണ്ടവർ ഇവിടെ പേരെഴുതി വെക്കുക. സുബഹിക്ക് വിളിക്കേണ്ടവർ, അപ്പോൾ കുറേ ആളെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു കുട്ടി എല്ലാവരെയും സുബഹിക്ക് വിളിച്ചുകൊടുത്തും നിസ്കരിക്കും. അപ്പുറത്ത് തോന്നിയാസം നടക്കുന്നുണ്ട്, ഇപ്പുറത്ത് നിസ്കാരം നടക്കുന്നുണ്ട്. ആ കുട്ടികളൊക്കെ ഇടപെട്ടിട്ട് അവിടെ ക്ഷേത്രം ഉള്ളതുകൊണ്ട് പള്ളിയും വേണമെന്ന് ആവശ്യപ്പെട്ട് IIT മദ്രാസ് ക്യാമ്പസിൽ ഇത് പള്ളി വന്നു. അവിടെ ഇംഗ്ലീഷിൽ ജുമാ ഖുത്ബുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഖുത്ബുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇഷ്ടം പോലെ എത്രയോ ഉദാഹരണങ്ങൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അങ്ങനെയൊക്കെ അതിനെന്താണ്, അതിനൊരു പാസ്വേഡ് കുട്ടിക്ക് സെറ്റ് ചെയ്യണം. അത് പരലോകം ബോധ്യപ്പെടുത്തലാണ്, പടച്ചോനെ ബോധ്യപ്പെടുത്തലാണ്, ഇസ്ലാമിൻ്റെ ഇസ്സത്ത് ബോധ്യപ്പെടുത്തലാണ്. അപ്പം എന്ത് ചെയ്യുന്നറിയോ, നമ്മളെ കുട്ടി ഒരേ സമയത്ത് ഡോക്ടറും ആകും, നന്നായി സമൂഹത്തോട് സംസാരിക്കുന്ന ആളാകും, ഒക്കെ ആകും, എല്ലാതും ആകും. ആഴത്തിൽ പഠിക്കണവരാകും, മതം അറിയണവരാകും, ദീൻ അറിയണവരാകും. നമ്മളെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ മയ്യത്തിനെ എങ്ങനെ നീപ്പിച്ചിരുത്തിയിട്ടേ കാല് വിടർത്തിയിട്ട് പള്ളമ്മ നെക്കിയിട്ട് ശീല ചുറ്റിയിട്ടുണ്ടൊരു മാന്തൽ, അത് നമ്മളെ മക്കൾ ചെയ്യും, മനസ്സിലല്ലേ? മയ്യത്ത് നിസ്കരിക്കാൻ കുളിപ്പിക്കാൻ ഒക്കെ നമ്മളെ മക്കൾ പഠിക്കുന്നിടത്തേക്ക് എത്തും. അതിന് ട്യൂഷൻ്റെ മേലെ ട്യൂഷനും പറഞ്ഞ് എന്ത് ചെയ്യരുത്, നിങ്ങൾ കുട്ടികളെ ലോക്കാക്കരുത്. കുട്ടികൾ എന്ത് ചെയ്യണം? ദീന് പഠിക്കണം. മദ്രസ പോയിട്ട് ഏത് മദ്രസ പോയാലും ആ മദ്രസ പോയിട്ട് കുട്ടിക്ക് കിട്ടുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് കാര്യങ്ങൾ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? അവർക്ക് ബുദ്ധി ഉറച്ച പ്രായത്തിൽ, അവർ ചലഞ്ചസ് കണ്ടു തുടങ്ങുന്ന പ്രായത്തിൽ അവർക്ക് കാര്യങ്ങൾ കിട്ടണം. അപ്പോൾ നിങ്ങൾ മക്കളോട് പറയേണ്ടത്, ഇന്ന് നമ്മളിവിടെ കൂടി തീരുമാനം എടുത്തത് ഫോൺ 20 മിനിറ്റേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തീരുമാനം എടുത്തിട്ടുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് പറയും, എന്നിട്ട് ഇഷ്യൂസൊക്കെ വരട്ടെ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. 20 മിനിറ്റേ മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് പബ്ലിക് സ്ഥലത്തെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ഒറ്റയ്ക്കിരുന്ന് യൂസ് ചെയ്യാൻ പറ്റില്ല. കണിശമായ തീരുമാനം പറയണം, അത് വളരെ സ്നേഹപൂർവ്വം പറയണം.
കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണം. ഉമ്മ കൊടുക്കൽ അങ്ങനത്തെ അതൊക്കെ എന്തോ ഒരു പ്രശ്നമായിട്ടാണ്. നമ്മളെ 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന പാഠപുസ്തകത്തിലൊരു ഭാഗമുണ്ട്, ഉമ്മാനെ കുറിച്ചുള്ളൊരു ലെസൺ ഉണ്ട്. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാർട്ട് വെക്കും. ഉമ്മാക്കൊരു ഉമ്മ എന്നാണ് എൻ്റെ പേര്. ഇന്ന് ഉമ്മാക്ക് ഉമ്മ കൊടുത്ത കുട്ടികളോട് ടിക്കിടാൻ പറയും കേട്ടോ. ഇന്ന് ഉമ്മാക്ക് ഉമ്മ കൊടുത്ത കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറയും, ടിക്കിടാൻ പറയും. അങ്ങനെ ടിക്കിടാൻ പറയുമ്പോൾ കുറേ കുട്ടികൾ ടിക്കിടൂല. അപ്പോൾ കാരണം ചോദിക്കുമ്പോൾ എന്താ അറിയോ, ഉമ്മാൻ്റെ അടുത്തേക്ക് ഉമ്മ എടുക്കാൻ ചെല്ലുമ്പോൾ അറിഞ്ഞൊന്ന് പോയിക്കാം എൻ്റെ ഒരു ആച്ചിരി എത്ര വലുതായിട്ട് ഉമ്മേ തന്നെ. ഈ കുട്ടികളെന്താ വെച്ചാൽ വരുമ്പോഴും ശരിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി വരുമ്പോൾ സ്വീകരിക്കണ മാതിരിയാണ് വൈകുന്നേരം സ്വീകരിക്കേണ്ടത്. ഇന്ത്യൻ പ്രധാനമന്ത്രി വരുമ്പോൾ സ്വീകരിക്കണ മാതിരി എന്തെങ്കിലുമൊക്കെ ഒരു മൈദോണ്ടൊരു സാധനം ഉരുട്ടുണ്ടാക്കിയിട്ട് അവിടെ വെക്കുക, തോന വേണ്ട. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കടിച്ചാൻ കൊടുക്കുക. വരുന്ന വരവിൽ സ്വീകരിച്ച് ഓലെ വിശേഷമൊക്കെ ചോദിച്ച് ഓല് കഥയൊക്കെ പറഞ്ഞ് അല്ലേ, സ്കൂളത്തെ വിഷയങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു രീതിയിൽ ഈ കാര്യം കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം. പോകുമ്പോഴും അങ്ങനെ പറഞ്ഞേക്കുണ്ട്. അപ്പം എന്തെങ്കിലും അറിയോ, ഈ ഇമ്മാനിപ്പാനിയും പറ്റിച്ചിട്ട് വേറൊരു പണിക്ക് പോകണം എന്നുള്ള തോന്നൽ കുട്ടികൾക്ക് ഉണ്ടാവില്ല. ഹിജാബ് ഇടാതെ നമ്മളെ കുട്ടി ഇറങ്ങാൻ വീട്ടിൽ നിന്ന് പറ്റൂല എന്ന് തീരുമാനം പറയാൻ നമുക്ക് സാധിക്കണം. മൂക്കിണീനനുസരിച്ച് പറ്റാതെയാവും. ഒരു കുട്ടിയും തട്ടിടൂല. ഇവിടെ നമ്മളെ സെക്യൂർ മാഷ് ഞങ്ങളുടെ സ്കൂളിലെ പഴയ HM മൂപ്പരെ രീതി എന്താ അറിയോ, ഇവിടെ മഫ്തട്ടിടെ വരാൻ പറ്റുള്ളവർ. മൂപ്പര് അഭിമാനപൂർവ്വം ഞാൻ പറയാണ്, മഫ്തട്ടിടെ വരാൻ പറ്റുള്ളവർ. മഫ്തട്ടിനെ ഫുള്ള് കോവിഡ് കഴിഞ്ഞപ്പോൾ മഫ്തി ഇല്ല, ഒരു കുന്തമല്ല, പറയാൻ പോലെ നമുക്ക് ധൈര്യമല്ല. നമ്മളൊക്കെ ക്ലാസ്സിൽ നേരെ ഇരുന്ന് തരും, അല്ലാത്ത ക്ലാസ്സിലൊക്കെ കണക്കന്നെ കയറും. നമ്മളത് വളരെ എന്തടിച്ചു തട്ടിടാത്തതെന്ന് ചോദിക്കണോണ്ട് തട്ടിട്ടാലാണ് എനിക്ക് ചൊറുക്കറിയാം. നമ്മൾ അങ്ങനെ പറയട്ടുള്ളൂ, നിങ്ങൾ തട്ടിട്ടാൽ ഭയങ്കര ഭംഗിയാണ് അറിയും. ആണല്ലോ, സത്യത്തിൽ അതാണല്ലോ. അവിടെ ഒരു ഭംഗിയുണ്ട്, അവിടെ ഒരു സുരക്ഷിതത്വം ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് നല്ല രീതിയിൽ ഇൻഷാ അല്ലാ കൊണ്ടുപോകണം എന്നാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാ നമുക്ക് ഒത്തുകൂടലുകൾ ആവശ്യമുണ്ട്. ഒരു ഭക്ഷണമൊക്കെ ആയിട്ടാണ് ഇത് ശരിക്കും സംഘടിപ്പിക്കേണ്ടത്. പക്ഷേ ഞങ്ങൾ കമ്മിറ്റി തീരുമാനം ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്നാണ്. കാരണം ഇത് തുടർച്ചയായിട്ട് സംഘടിപ്പിക്കേണ്ടതായതുകൊണ്ട് എല്ലാവർക്കും സംഘടിപ്പിക്കാനുള്ള സൗകര്യം വരാനും എല്ലായിടത്തും സംഘടിപ്പിക്കാനും വേണ്ടി ആണ് അങ്ങനത്തെ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ബറാത്താണ്, എനിക്ക് പിന്നെ ബറാത്ത് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ബറാത്തിൻ്റെ ചോറ് ഉണ്ടാവില്ല. ഏതായാലും ആ നിലയ്ക്ക് ഇതിനെ കാണുക. അള്ളാഹു ഈ കാര്യങ്ങളെ ശരിയാം വിധം മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. എനിക്കിതിലൊരു നിർദ്ദേശമുള്ളത്, നമ്മളെ മക്കളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ക്ലാസ്സുകളിലതൊക്കെ ഉൾപ്പെടുത്തി വിശദമായി സംസാരിക്കുക. നമ്മളെ കുട്ടികളോടൊക്കെ സംസാരിക്കേണ്ട സാഹചര്യങ്ങളുണ്ടെങ്കിൽ സംസാരിക്കാൻ പറ്റിയവരെ കൊണ്ട് സംസാരിപ്പിക്കുക. സഹിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥ ഇവിടെ ആർക്കുമില്ല എന്ന് ഞാൻ ഉറപ്പുവരും കേട്ടോ. നമ്മളെല്ലാവരും ഈ നാട്ടിൽ ജീവിച്ചിട്ട് നമ്മളെ മക്കളെ റൂട്ടിൽ കിട്ടണില്ല എന്ന് പറഞ്ഞ് നൊലോളിച്ച് ജീവിക്കേണ്ട ഒരു സാഹചര്യമല്ല. കുട്ടികളൊക്കെ ശരിയാം വിധം ബോധവൽക്കരിച്ച് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഇൻഷാ അല്ലാ നമ്മുടെ ഈ പരീക്ഷ കഴിഞ്ഞ ഉടനെ കുട്ടികൾക്ക് വേണ്ടി, ഈ പ്രായത്തിലുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടിയുള്ളൊരു ക്ലാസ് ഉണ്ടാകും. ആദ്യം ഒരു മാസത്തിലൊരിക്കൽ, പിന്നെ അതിങ്ങനെ എല്ലാ ആഴ്ചയിലേക്കും കൊണ്ടുവന്ന് അവരെ വളരെ ബോൾഡാക്കി അവരുടെ ഭൗതിക വിദ്യാഭ്യാസത്തിനും കൂടി ഉപകരിക്കുന്ന രീതിയിൽ അവരെ ബോൾഡാക്കാനുള്ള പ്രവർത്തന പദ്ധതികളായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. പള്ളിൻ്റെ തൊട്ട് ചാരി മദ്രസ പൊങ്ങാനുള്ള നടപടിക്രമങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ജുമാ ഖുത്ബ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ വരലുണ്ട്. നിങ്ങൾക്കൊക്കെ ജുമാക്ക് വരാം. ഒരുപാട് ആളുകൾ വരലുണ്ട്, ജുമാക്ക് പങ്കെടുക്കലുണ്ട്. ഖുറാൻ ക്ലാസ്സിന് വരാം. എല്ലാവരെയും അത്തരം കാര്യങ്ങൾ കൂടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. സദസ്സ് പിരിയുമ്പോഴുള്ള ദുആ ഉണ്ട്. ആ ദുആ ഇങ്ങനെയാണ്: സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സ് പിരിഞ്ഞത്. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും സൽക്കർമ്മങ്ങൾ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. എല്ലാത്തരം അപകടങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തി രക്ഷിക്കുമാറാകട്ടെ.